ഞാൻ സെയിൽ ചെയ്യുന്ന പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം ഞാനിവിടെ 1 കിലോ ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഇതിനെ നല്ലപോലെ തന്നെ കൈകൊണ്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ, മിക്സിയിലടിക്കാൻ പാടില്ല. കൈകൊണ്ട് നല്ലപോലെ തന്നെ പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇതിലേക്ക് 2 കപ്പ് ട്യൂട്ടി ഫ്രൂട്ടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് കളർ ട്യൂട്ടി ഫ്രൂട്ടിയും ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് 1 കപ്പ് ബ്ലാക്ക് കിസ്മിസാണ് കേട്ടോ ചേർത്തെടുക്കുന്നത്. കുരുവുള്ളതായാലും കുരുവില്ലാത്തായാലും കുഴപ്പമില്ല. 100 ഗ്രാം ചെറി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മൂന്നും ചേർത്തതിന് ശേഷം ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ തന്നെ അടുപ്പിൽ വെച്ച് വറ്റിച്ചെടുക്കണം. ഇത് നല്ല രീതിക്ക് തന്നെ വറ്റി വരണം കേട്ടോ. ഇങ്ങനെ ആവുന്ന സമയത്ത് കേക്കിന് നല്ലൊരു ടേസ്റ്റാണ് കൊടുക്കുന്നത്. നമ്മൾ വേറെ കെമിക്കലായിട്ടുള്ള ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ ഓറഞ്ച് ജ്യൂസിൽ ഇതുപോലെ വേവിച്ചെടുത്താൽ മതിയാവും. ഇതിപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിതിൻ്റെ സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാത്രത്തിലേക്ക് 1 കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്യാനായിട്ട് ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട്. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ആവുന്ന ടൈമിൽ തീ ഒന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പഞ്ചസാര കരിഞ്ഞു പോവും, കേക്കിന് കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം കാരമലൈസ് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ കളർ മാറി വരുന്ന സമയത്ത് 1/4 കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത്. വെള്ളം ഒഴിക്കുന്ന സമയത്ത് മാറി നിൽക്കണം കേട്ടോ. മാറി നിന്നിട്ട് ഒഴിച്ചു കൊടുക്കണം. ആദ്യം ഒഴിക്കുന്ന സമയത്ത് ഇതുപോലെയൊക്കെ കട്ടകളായിട്ട് വരും. പക്ഷേ തിളച്ച് വരുന്ന സമയത്ത് അതൊക്കെ ഒന്ന് മാറി കിട്ടും കേട്ടോ. ഇത് നല്ലപോലെ തന്നെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്ത് ഈ ഒരു ഇതിലാക്കി എടുക്കാം. ഇനി ഇതും നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 7 ഗ്രാമ്പും കുറച്ച് പട്ടയും കൂടെ ചേർത്ത് ഒന്ന് അടിച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി 2.5 കപ്പ് മൈദയാണ് കേട്ടോ ചേർക്കുന്നത്. ഞാൻ കുറച്ച് അധികം കേക്ക് ഉണ്ടാക്കുകയാണ്, അതുകൊണ്ടാണ് 2.5 കപ്പ് മൈദ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 2.5 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ 2.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് കേട്ടോ ചേർക്കാനുള്ളത്. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് അരിച്ച് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാത്രത്തിലേക്ക് ഞാൻ 6 മുട്ട എടുക്കുന്നുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇനി നമ്മൾ ആദ്യം പൊടിച്ച് വെച്ച പഞ്ചസാര ഉണ്ടല്ലോ, അത് ഇതിൽ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കാം. ഇത് ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പഞ്ചസാരയും മുട്ടയും ഇതിൽ നല്ലപോലെ അലിഞ്ഞ് വന്നാൽ മാത്രം മതി. നമ്മുടെ സാധാ കേക്കിന് ചെയ്യുമ്പോൾ നല്ലോണം ഫ്ലഫി ആയിട്ട് വരേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. ഇതിപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബീറ്റർ മാറ്റി വയ്ക്കാം. ഇതിലേക്ക് 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാമേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം കാരമലൈസ് വെച്ചിട്ടുണ്ടായിരുന്ന പഞ്ചസാര സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കളർ കിട്ടാനായിട്ട് നമ്മുടെ കാരമൽ കളർ ഉണ്ടല്ലോ, ആ കളർ ഞാനിപ്പം ഒരു 2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുന്നുണ്ടോ. നിങ്ങൾക്ക് കളർ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാമെന്നുള്ളതാണ്. പിന്നെ പ്ലം എസൻസും അതും 1 ടീസ്പൂണിനടുത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറാണ് ഈ എസൻസിന്. അപ്പം അതും ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല കേട്ടോ, ബീറ്റർ മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളതാണ് നമ്മുടെ ആദ്യം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ആ ഒരു ഫ്രൂട്ട്സിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ആ കൂട്ടിൽ നിന്ന് ഞാൻ പകുതി ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇത് ഞാൻ കുറച്ച് അധികം ചെയ്യാനായിട്ടാണ് കേട്ടോ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു 100 ഗ്രാം നമ്മുടെ ഡേറ്റ്സ് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കാഷ്നട്ട് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നല്ല രീതിക്ക് തന്നെ എല്ലായിടത്തും എത്തുന്ന രീതിക്ക് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമ്മുടെ മാവിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കണം. കട്ടകളാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഞാനത് ഫുള്ളും മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ത്രാസ് എടുത്തിട്ട് നമ്മുടെ ബേക്ക് ചെയ്യുന്ന പാത്രത്തിനകത്ത് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 500 ഗ്രാമിൻ്റെ രീതിക്കാണ് രണ്ടെണ്ണം ചെയ്തെടുക്കുന്നത്. അപ്പം കറക്റ്റ് 500 ഗ്രാം ബാറ്റർ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം. അത് എങ്കിൽ മാത്രമേ നമുക്ക് കേക്കും കറക്റ്റ് 1/2 കിലോയിൽ കിട്ടുള്ളൂ. അപ്പം അതിനെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് ചെറിയ ടൈപ്പ് കേക്കാണ്. അപ്പം ഇതൊരു 350 ഗ്രാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കേക്കെല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെയ്യാനുള്ളത് കുറച്ച് കാഷ്നട്ട് ഡെക്കറേഷൻ വർക്കിന് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ബ്ലാക്ക് കിസ്മിസ്, പിന്നെ നമ്മുടെ ട്യൂട്ടി ഫ്രൂട്ടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പം ഓവൺ അല്ലാതെ ആയിട്ടാണ് വയ്ക്കുന്നത്. അപ്പം ഇതെല്ലാം കേക്കുകളെല്ലാം സെറ്റ് ചെയ്യാനായിട്ട് ഞാനിപ്പം 3 ഓവനിലും 2 നമ്മൾ സാധാ ഗ്യാസ് അടുപ്പിലാണ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേക്കെല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട്.